ഉമ്മൻചാണ്ടിക്കെതിരെ ഇതേപോലെ പണ്ട് ഒരു കേസ് ഉണ്ടാക്കി. പിന്നെ ഈ CPM-ന്റെ ഒരു അജണ്ടയാണല്ലോ പെണ്ണേഴ്സ് ഉണ്ടാക്കി ഒതുക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് പിണറായി വിജയനൊക്കെതിരെ ഒരുപാട് വിമർശനങ്ങൾ നടത്തിയ ഒരാളെന്നുള്ള നിലയ്ക്ക് CPM-ന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കുറേ അജണ്ടകൾ ഈ അതിജീവിതമാരെ രക്ഷിക്കുന്നതാണ് അല്ലെങ്കിൽ ഒരു നല്ല ഉദ്ദേശമാണ് ഈ സർക്കാരിനുള്ളതെങ്കിൽ ഇവരുടെ പാർട്ടിക്കകത്ത് ഇതേപോലെ കേസസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ സെറ്റിൽമെന്റ് ആണ് ചെയ്യുന്നത്. CPM-ന്റെ അകത്തെ ഒരാള് ആൾക്കെതിരെ ഈ പറയുന്ന ലൈംഗിക അതിക്രമണത്തിന് നിരന്തരം പരാതിപ്പെട്ടിട്ടും CPM ഒരു സെറ്റിൽമെന്റിനായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത്. അവസാനം അവർ തെരുവിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യം വന്നപ്പോഴാണ് ഇപ്പൊ അയാളെ CPM പുറത്തെങ്കിലും ആക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നു. ഒരുപാട് സ്ത്രീകളോട് പോയി സെക്സ് ചെയ്തത് തെറ്റാണെന്ന് ഒന്നും ഇവിടെ ആർക്കും പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല. ഇപ്പൊ എനിക്ക് അങ്ങനെ സെക്സ് ഒരുപാട് ആൾക്കാരോട് ഒരേ സമയങ്ങളൊക്കെ പോയി സെക്സ് ചെയ്യുന്ന ഇഷ്ടമല്ലെങ്കിൽ അത് എന്റെ ഇഷ്ടക്കേടാണ്. അങ്ങനെ ഒരു ജനപ്രതിനിധിയെ നമുക്ക് ആർക്കും ആവശ്യമില്ല. കോമൺ ആയിട്ടുള്ള ജനങ്ങൾ ഇതിൽ ഏത് വിശ്വസിക്കണം എന്നുള്ളത് കൺഫ്യൂസ്ഡ് ആയി പോകും. രഞ്ജിത്തെ, അവൾക്കൊപ്പം ക്യാമ്പയിൻ നമ്മൾ കുറെ അധികം കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഒരു ബലാത്സംഗ കേസിൽ ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ അവനൊപ്പം ക്യാമ്പയിന് ഈ മെൻസ് അസോസിയേഷന് പുറമെ ജനങ്ങൾ കൂടെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ അവനൊപ്പം ക്യാമ്പയിൻ ഇതിനു മുമ്പ് ഒരുപാട് കേസസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ജനങ്ങളുടെ ഇത്രയധികം സപ്പോർട്ട് കിട്ടുന്ന ആദ്യത്തെ ഒരു ബലാത്സംഗ കേസായിരിക്കും രാഹുൽ മാങ്കൂട്ടം കേസ്. ആ ഒരു കേസിൽ എന്തുകൊണ്ടാണ് ഈ ഒരു അവനൊപ്പം ക്യാമ്പയിൻ ഇത്രയധികം സപ്പോർട്ട് കിട്ടുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കേണ്ട വിഷയമാണല്ലോ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് രാഷ്ട്രീയപരമായിട്ടുള്ളൊരു കേസ് കൂടിയായിട്ട് മറ്റുള്ളവർ തരംതിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സ്വർണ്ണക്കള്ള കേസുമായിട്ട് ഇത് മാറ്റുന്നുണ്ട്. പിന്നെ ഇതേപോലെ രാഹുൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഇതേപോലെ പണ്ട് ഒരു കേസ് ഉണ്ടാക്കി. പിന്നെ ഈ CPM-ന്റെ ഒരു അജണ്ടയാണല്ലോ പെണ്ണേഴ്സ് ഉണ്ടാക്കി ഒതുക്കുക എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ട്. കോമൺ ആയിട്ടുള്ള ജനങ്ങൾ ഇതിൽ ഏത് വിശ്വസിക്കണം എന്നുള്ളത് കൺഫ്യൂസ്ഡ് ആയി പോകും. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ അത്രയും ഒരു യുവ നേതാവ് നല്ല രീതിയിൽ രാഷ്ട്രീയപരമായിട്ട് കയറി വരാൻ ഒരുപാട് സാധ്യതയുള്ളൊരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പ്രത്യേകിച്ച് പിണറായി വിജയനൊക്കെതിരെ ഒരുപാട് വിമർശനങ്ങൾ നടത്തിയ ഒരാളെന്നുള്ള നിലയ്ക്ക് CPM-ന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കുറേ അജണ്ടകൾ ഇപ്പോൾ CJP ഒരു കൂട്ടുകെട്ടെന്നുള്ള രീതിയിലുള്ളൊരു വിമർശനങ്ങളും മറ്റുള്ള പാർട്ടിക്കാരിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്. അല്ല, അതിന്റെ ഒരു പ്രധാന സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ അതിജീവിതമാരെ രക്ഷിക്കുന്നതാണ് അല്ലെങ്കിൽ ഒരു നല്ല ഉദ്ദേശമാണ് ഈ സർക്കാരിനുള്ളതെങ്കിൽ ഇവരുടെ പാർട്ടിക്കകത്ത് ഇതേപോലെ കേസസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ സെറ്റിൽമെന്റ് ആണ് ചെയ്യുന്നത്. അതാണ് പ്രധാന പ്രശ്നം. കഴിഞ്ഞ ദിവസം ആയിരുന്നു ഞാനൊരു ഗസ്റ്റിനോട് സംസാരിച്ച സമയത്ത് ഒരു കേസിന്റെ കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ കാസർഗോഡ് നിന്ന് CPM-ന്റെ അകത്തെ ആൾക്കെതിരെ ഈ പറയുന്ന ലൈംഗിക അതിക്രമണത്തിന് നിരന്തരം പരാതിപ്പെട്ടിട്ടും CPM ഒരു സെറ്റിൽമെന്റിനായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത്. അവസാനം അവർ തെരുവിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യം വന്നപ്പോഴാണ് ഇപ്പൊ അയാളെ CPM പുറത്തെങ്കിലും ആക്കിയത്. അപ്പൊ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നില്ലേ ഈ രാഹുൽ മാങ്കൂട്ടം കേസിൽ അല്ലെങ്കിൽ ഇതിൽ മാത്രം ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണ്, കപ്പെടുക്കുന്നു അല്ലെങ്കിൽ കപ്പിലെ ഫോട്ടോ ഇടുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ശരിയാണെന്ന് തോന്നുന്നില്ല. അതിനകത്തിൽ ഏറ്റവും പ്രധാന അയാൾ ഈ ഒരുപാട് സ്ത്രീകളോട് പോയി സെക്സ് ചെയ്തത് തെറ്റാണെന്ന് ഒന്നും ഇവിടെ ആർക്കും പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല. ഇനി ഇപ്പൊ എനിക്ക് അങ്ങനെ സെക്സ് ഒരുപാട് ആൾക്കാരോട് ഒരേ സമയങ്ങളൊക്കെ പോയി സെക്സ് ചെയ്യുന്ന ഇഷ്ടമല്ലെങ്കിൽ അത് എന്റെ ഇഷ്ടക്കേടാണ്. അത് വേറെ ആൾ ചെയ്യുന്ന തെറ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടം കേസിലെ മറ്റൊരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇയാൾക്ക് സെക്സ് ചെയ്യുന്നത് മാത്രമല്ല ഗർഭിണിയാക്കുന്ന ഒരു ശീലം കൂടെ ഉണ്ട്. എന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്തുള്ള സെക്സിന്റെ അപ്പുറത്തേക്കും അയാളുടെ ആ ഒരു ലൈംഗിക താല്പര്യം എന്ന് പറയുന്നത് അവരെ ഗർഭിണിയാക്കുന്നതിലൂടെയാണ് ഇയാൾക്ക് ആസ്വാദനം കണ്ടെത്തുന്നത്. ഗർഭിണിയാക്കി കഴിഞ്ഞാൽ പിന്നെ അയാൾ ചെയ്യുന്നത് ഇവരെ ഈ മാനസിക പീഡനങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോയി ഒന്നെങ്കിൽ മിസ്കാരേജ് ചെയ്യിക്കുക അല്ലെങ്കിൽ നിർബന്ധിച്ച് അബോർഷൻ ചെയ്യിക്കുക. ഈ ഒരു കാര്യത്തിനോട് ഒരു നല്ല രീതിയിൽ ഒരു എതിരഭിപ്രായം തന്നെയാണുള്ളത്. അതിന്റെ അപ്പുറത്തേക്കും അയാൾ ഒരു കോഴിയായി പോയതുകൊണ്ട്, കാരണം രാഷ്ട്രീയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ചരിത്രത്തിൽ ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ രാഹുൽ ഒരു കോഴിയല്ല എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ അതായത് അങ്ങനെ ഒരു ജനപ്രതിനിധിയെ നമുക്ക് ആർക്കും ആവശ്യമില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തിലുള്ള പലരെയും അടിച്ച് നമുക്ക് പുറത്താക്കേണ്ടി വരും. മുകേഷ് ഒരു കോഴിയായിരുന്നല്ലോ, എന്നിട്ട് നിലവിൽ MLA ആയിട്ടിരിക്കുകയാണല്ലോ. അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാർ CPM-ലും BJP-ലും കോൺഗ്രസിലും ഉണ്ടെന്നുള്ള ഇത്തരത്തിലുള്ള ആരെയും നമുക്ക് ആവശ്യമില്ലെന്നാ പറഞ്ഞത്. അതായത് ഒരു പരാതിയായിട്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളായിട്ട് ചെല്ലുന്ന ഒരു സ്ത്രീയെ അത്തരത്തിൽ സമീപിക്കാതെ മറ്റൊരു രീതിയിൽ സമീപിച്ച് അവരെ മനഃപൂർവ്വം അയാളുടെ വലയിലാക്കുകയും പിന്നെ ഇതേ രീതിയിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഒരു സ്ത്രീ എങ്ങനെ ഇയാളെ സമീപിക്കാൻ പറ്റും? അതൊരു വലിയ സംശയം തന്നെയാണ്. പക്ഷെ ഈ കേസിനകത്തല്ലേ ഒരു പ്രത്യേകതയുണ്ട്. എനിക്ക് തോന്നുന്നത്, ഞാൻ തുടക്കം പറഞ്ഞില്ലേ, അവളൊപ്പം ക്യാമ്പയിൻ നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതിനകത്തിൽ അവനൊപ്പത്തിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ആദ്യത്തെ അതിജീവിതയും അതേപോലെ ഇപ്പൊ വന്ന അതിജീവിതയും മാരീഡ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ കമന്റ് എന്താണെന്നറിയോ,
കല്യാണം കഴിച്ച് ആ പുരുഷനെ വിട്ടിട്ടാണ് ഈ സ്ത്രീ ഇയാളുടെ ഒപ്പം ലൈംഗിക സുഖത്തിനായി പോയത്. ഇതായിരുന്നു പ്രധാന കമന്റ് ഈ ഇതിനകത്ത്. ഇപ്പൊ ഇവരെ ഏറ്റവും കൂടുതൽ സ്ലക്ഷയും ചെയ്യുന്നതും ഇത് വെച്ചിട്ടാണ്. കാരണം നിങ്ങളൊരു വിവാഹിതയല്ലേ, എന്നിട്ട് എങ്ങനെയാണ് വിവാഹിതയായിട്ടിരിക്കുന്ന ഒരാൾക്ക് വിവാഹ വാഗ്ദാനം നൽകുന്ന സമയത്ത് അതെങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? ഈ ഒരു കേസിനകത്തിലും രാഹുൽ മാങ്കൂട്ടം പറയുന്ന ഒരു കാര്യമുണ്ട്, പുള്ളിക്കാരത്തി ഡിവോഴ്സ്ഡ് അല്ല. കാരണം ഡിവോഴ്സ് അല്ലാത്ത ഒരാളെ ഞാൻ എങ്ങനെയാണ് വിവാഹം കഴിക്കുന്നത്, കാരണം നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണല്ലോ, അങ്ങനെ പറഞ്ഞിട്ടാണ് അവസാനം ഒഴിവാക്കുന്ന സ്റ്റേജിലേക്ക് പോകുന്നതാണ്. ഇയാള് വിവാഹ വാഗ്ദാനം നൽകിയതിന് ശേഷമാണ് ഇവരെ വിളിച്ചു വരുത്തുന്നത്. അങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ഡിഫൻറ്റിൽ തന്നെയാണ് ഈ അവനൊപ്പം ക്യാമ്പയിൻ ഇത്രയധികം ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ കണ്ണടച്ച് ഭയങ്കര ബ്ലൈൻഡ് ആയിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് ഒന്നും ആൾക്കാരുണ്ട്. എങ്ങനെ സാധിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത്, എങ്ങനെ സാധിക്കുന്നത്? ഒരു എനിക്ക് അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാനാണ് തോന്നുന്നത്. ഇത്തരത്തിലുള്ള ഇപ്പോൾ ഒന്നല്ല, ഇതിന് മുമ്പിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പല യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സും പറയുന്നുണ്ട്. അവരുടെ അടുത്ത് ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെ പറയുന്നുണ്ട്, എടുത്തിട്ട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളെ അന്ധമായിട്ട് എത്രത്തിലോ ആയിക്കോട്ടെ, അവർ കല്യാണം കഴിച്ചു ഇല്ലെന്നുള്ളത് വിഷയമല്ല, ഈ രീതിയിൽ ഇതേ രീതിയിൽ വളരെ വിയേർഡായിട്ട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ റെക്കോർഡിങ്സ് ഒക്കെ ഞാൻ റെക്കോർഡിങ്സ് ചാറ്റിനകത്തിലേക്ക് ശരിക്കും അയാൾക്ക് ഈ സ്ത്രീകളോടൊക്കെ ഒരു പുച്ഛത്തിന്റെ അപ്പുറത്തേക്കും എന്തോ ഒരു അയാളുടെ ഉള്ളിലെ മറ്റൊരു സൈക്കോപാത്തിനെയാണ് ആ ഒരു ചാറ്റിലൊക്കെ കാണാൻ. അങ്ങനെ ഒരാളെ ഒരു വിധത്തിൽ നമ്മുടെ സമൂഹത്തിൽ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? അങ്ങനെ ഒരാളാണോ നമുക്ക് മാതൃകയായിട്ടിരിക്കണ്ടേ? അങ്ങനെ ഒരാളെ എന്തിന് ബ്ലൈൻഡായിട്ട്, ഞാൻ ഈ ബ്ലൈൻഡായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരെ മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ രണ്ട് വശങ്ങൾ ചിന്തിക്കണം. ഇപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിക്കാർ ചെയ്യുന്നുണ്ടാവുക ഇല്ലായിരിക്കും, എന്തോ ആയിക്കോട്ടെ. പക്ഷെ ഇങ്ങനൊരു പരാതി വന്ന സ്ഥിതിക്ക് ഇങ്ങനൊരു കോൺട്രവേഴ്സി നടക്കുന്നു. ഇത്തരത്തിൽ പല ആൾക്കാർ ഇതിനകത്ത് പെൺകുട്ടികൾ പറയുന്നുണ്ട്, ഒരുപാട് മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ട്. ഇതെല്ലാം അടച്ചാക്ഷേപിക്കുന്നു. ഇതെല്ലാം മറ്റു പാർട്ടിക്കാരല്ല, മറ്റു പാർട്ടിക്കാരുടെ നയങ്ങളാണ്, അവരാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്, എടുക്കുന്നത്. ഇങ്ങനെ അടച്ചാക്ഷേപിച്ച് അങ്ങ് ഈ വിഷയത്തെ അങ്ങ് സ്കിപ്പ് ചെയ്തത്. ശരിക്കും ഈ വിഷയം തുടക്കം ഇട്ടത് റിനിയാൻ ജോർജ് ആയിരുന്നു. രഞ്ജിത്തിന് ഓർമ്മ ഉണ്ടാവാൻ തോന്നുന്നു. എന്തോ ഒരു അഭിപ്രായം പറയുന്നതിൻ്റെ ഇടയ്ക്കില് ഒരു യുവ നേതാവ് പോലും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, തനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം നേരിട്ടിട്ടുണ്ടെന്ന രീതിയിൽ ഒരു യുവ നേതാവ് എന്നുള്ളൊരു പേര് മാത്രമായിരുന്നു റിനിയാൻ ജോർജ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല, അല്ലാതെ യുവ നേതാവാണ്, ഒരു പ്രത്യേക സ്ഥാനത്തിരിക്കുന്നു, ഇങ്ങനെ കുറച്ച് ക്ലൂ മാത്രം കൊടുത്തു. അത് പിന്നീട് അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് പാർട്ടിക്കുള്ളിലുള്ള ഒരു നേതാവ് ആരോ ഏതൊരു പെൺകുട്ടി കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരാതികൾ വരുന്നത്. കാരണം അപ്പൊ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അങ്ങനെ പരാതികൾ പുറത്തു വരുന്ന സമയത്ത് അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിട്ട് അവർ പറയും, ഇത് മൊത്തത്തിൽ അവർ പറയിപ്പിക്കുന്നതാ, CPM പാർട്ടിക്കാരെ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്, അല്ലെ ഓപ്പോസിറ്റ് പാർട്ടിക്കാർ രാഹുൽ മാങ്കൂട്ടത്തിന് താഴെ ഇറക്കാൻ വേണ്ടി ചെയ്യിക്കുന്നത്, എന്തോ ആയിക്കോട്ടെ, സത്യാവസ്ഥ ഉണ്ടോ ഇല്ലോ നോക്കിയാൽ പോരെ. അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. ഇനിയിപ്പം വേറെ പാർട്ടിക്കാരും, ഇനി മുകേഷ് ആയിക്കോട്ടെ, ഗണേഷ് കുമാർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഇത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, ഇത് പുറത്ത് വരുന്ന സമയത്ത്. പക്ഷെ പൊതുവെ ഇത്തരം കേസുകളൊക്കെ വരുന്ന സമയത്ത് രണ്ടുപേരും ഒരുമിച്ച് പോയി അങ്ങനത്തെ കുറെ കേസുകൾ വന്നിട്ടുണ്ടല്ലോ. എന്ന് വെച്ചാൽ ഒരുമിച്ച് പോയി സെക്സ് ചെയ്തതിന് ശേഷം അവരോട് ഒരു വൈരാഗ്യം, പിന്നീട് അവര് ബ്രേക്കപ്പ് ആവുന്ന അല്ലെങ്കിൽ പിരിഞ്ഞതിന് ശേഷം ഒരു വൈരാഗ്യം തോന്നിയിട്ട് പിന്നീട് കൊണ്ട് കേസ് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. അങ്ങനെ ഒരുപാട് കേസസ് നമ്മുടെ രാജ്യത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറെ കേസസ് നമ്മൾ കണ്ടതുകൊണ്ടായിരിക്കാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് പറയുമ്പോൾ പ്രത്യേകിച്ച് മാരീഡ് ആയിട്ടുള്ള സ്ത്രീകൾ കൂടെ ആവുന്ന സമയത്ത് നമ്മുടെ സമൂഹം കരുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം. അതെന്തുകൊണ്ടാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് അത് പറയുന്നത്? പ്രത്യേകിച്ച് മാരീഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറ്റേ, മാരീഡ് ആയിട്ടുള്ള പെൺകുട്ടിക്ക് ഇപ്പം അവരുടെ ഭർത്താവിൽ നിന്നും കിട്ടാത്ത, അല്ലെങ്കിൽ അവര് ജീവിത സാഹചര്യം അങ്ങനെ ആയിരിക്കും, അവരൊരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ പോകുന്നതായിരിക്കും. ഡിപ്രഷൻ സ്റ്റേജിൽ ഇപ്പം ഇനി ഞാനല്ല, ആദ്യമല്ല, ഇനി ആരാണെങ്കിലും നമ്മുടെ മാനസികാവസ്ഥ മോശമായിരിക്കുന്ന സമയത്ത് ഒരു കൈത്താങ്ങ് തരുന്ന ഒരാളെ നമുക്ക് അട്രാക്ഷൻ ഉണ്ടാവും. ചിലപ്പോൾ അവരോടൊരു കെയറിങ് തോന്നും, നമുക്ക് ചിലപ്പോൾ അവരോട് അടുപ്പം തോന്നാം. അതെങ്ങനെ നമുക്ക് മോശമായിട്ട് ചിത്രീകരിക്കാൻ പറ്റും? ചിലപ്പം അവരുടെ ജീവിത സാഹചര്യത്തിൽ നിന്നും ഇയാൾക്ക് നമ്മളെ സഹായിക്കാൻ കഴിയും, ഇയാൾ നമുക്ക് ചിലപ്പോൾ ഒരു കൈത്താങ്ങാവും എന്നൊരു തോന്നലുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ പെട്ടുപോകും, ഇമോഷണലി കണക്ട് ആവും. അങ്ങനെ ഒരു ടാലന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൃത്യമായി മാരീഡ് വുമൻസിനെ ചൂസ് ചെയ്യാനും, കാരണം അവിടെ കുറച്ച് കെയറിങ് ഏട്ടായി തന്നെയാണ് രാഹുൽ എന്ന് പറയുന്നത്. ആ ഒരു കെയറിങ് കൊടുത്ത് അവിടേക്ക് കടന്നു കയറി. പിന്നെയും എൻ്റെ ഒരു ഊഹം, ഈ ഒരു കേസിന് മറ്റൊരു പ്രത്യേകതയുണ്ട് രഞ്ജിത്തെ. നമ്മൾ ഈ പെൺകുട്ടീനെ ഈ സ്ത്രീയെ വിളിച്ചു വരുത്തി റേപ്പ് ചെയ്യുന്നു. റേപ്പ് ചെയ്തതിന് ശേഷം മിസ്കാരേജ് ആവുന്നുണ്ട്. അതിനുശേഷം പിന്നെ